ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം എന്ന കഥയാണ്. വന്നേരി ദേശക്കാരനും കേവലം നിസ്വനുമായ ഒരു നമ്പൂരി തൻ്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് നിവൃത്തിയില്ലായകയാൽ വല്ലവരെയും കണ്ട് യാചിച്ച് കുറെ പണം സമ്പാദിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശത്ത് നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട്, കൊച്ചി, അമ്പലപ്പുഴ, തിരുവിതാംകൂർ മുതലായ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ മുതലായവരെ കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്നു കിട്ടിയ ഏതാനും പണവും കൊണ്ട് ഒരിക്കൽ ഒരു ദിവസം മധ്യാഹ്നമായ സമയം കിള്ളിക്കുറിശി മംഗലത്ത് ചെന്നു ചേർന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നും വെയിലുകൊണ്ടും വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തിയത്. ക്ഷേത്രത്തിന് പുറത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉച്ചപൂജയും മറ്റും കഴിഞ്ഞുവോ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചു. അത് കേട്ട് ശാന്തിക്കാരൻ നമ്പൂരി പുറത്തു വന്ന് ഉച്ചപൂജ കഴിഞ്ഞു, എങ്കിലും വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. ഉടനെ ഈ നമ്പൂരി കുളക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്ന മടിശീല അഴിച്ച് കടവിൽ വെച്ചിട്ട് ഇറങ്ങി ക്ഷണത്തിൽ കുളിയും ജപവും എല്ലാം കഴിച്ച് തിരികെ നോക്കിയ സമയം മടിശീല കണ്ടില്ല. അപ്പോൾ നമ്പൂരിക്കുണ്ടായ വ്യസനം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം. ആ പണം കൊണ്ട് 2-3 പെൺകൊടയെങ്കിലും കഴിച്ചുകൂട്ടാമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. മടിശീല കാണാതെയായതിനോടുകൂടി അദ്ദേഹത്തിൻ്റെ വിശപ്പും ദാഹവും മാത്രമല്ല പാതി പ്രാണനും പോയെന്ന് തന്നെ പറയാം. അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെ എല്ലാവരോടും വിവരം പറഞ്ഞു. അവരാരും കുളക്കടവിലേക്ക് ചെല്ലുക തന്നെ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഒടുക്കം അതെങ്ങനെയോ പോയത് തന്നെ. തൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പൂരി ഉണ്ണാൻ ചെന്നിരുന്നു. വ്യസനം കൊണ്ട് അദ്ദേഹത്തിന് ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു. എങ്കിലും വിശപ്പും ദാഹവും കലശലായിട്ടുണ്ടായിരുന്നതിനാൽ കുറെ ചോറും വാരിത്തിന്ന് വെള്ളവും കുടിച്ച് ഒരുവിധം ഊണ് കഴിച്ചെന്ന് വരുത്തിയെന്നേ പറയാനുള്ളൂ. വ്യസനവും ക്ഷീണവും നിമിത്തം നടക്കാൻ ശക്തനല്ലാതെ അദ്ദേഹം അമ്പലത്തിൽ തന്നെ മുണ്ടും വിരിച്ചു കിടന്നു. വെയിലിട്ടാറിയപ്പോൾ ഞാനിവിടെ വ്യസനിച്ച് ഇവിടെ കിടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് വിചാരിച്ച് ഒരുവിധം സമാധാനപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ നമ്പൂരി യഥാപൂർവം ദേശസഞ്ചാരത്തിനായി ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടു. ചില സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് ക്രമേണ അദ്ദേഹം കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ വന്നു ചേർന്നു. അതൊരു ദിവസം വൈകുന്നേരമായിരുന്നു. കുളി കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ട് തനിക്ക് കൂടി അത്താഴം വേണമെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അറിയുകയും മുമ്പുണ്ടായ കഥ ഓർക്കുകയും ചെയ്യുകയാൽ, ഓഹോ, അത്താഴം ഇവിടെയാവാം, എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം. ഇന്നും മടിശീല കുളക്കടവിൽ വെച്ച് മറക്കുകയോ മറ്റോ ചെയ്തുവോ? എന്നാൽ ചോറ് അധികം വേണ്ടി വരികയില്ലല്ലോ എന്നു പറഞ്ഞു. അതിനുത്തരമായി നമ്പൂരി, ഈ പ്രാവശ്യം അതിനൊന്നും തരമില്ല. ഞാൻ ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ഇത്രത്തോളമേ ആയുള്ളൂ. അധികമൊന്നും സഞ്ചരിക്കാനും ഒന്നും സമ്പാദിക്കാനും ഇടയായില്ല. മടിശീല വെച്ചു മറക്കുകയും മറ്റും മടക്കത്തിലാവാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അത്താഴം കഴിഞ്ഞപ്പോൾ വന്നേരിക്കാരൻ നമ്പൂരി, ഇനിയൊന്ന് കിടക്കണമല്ലോ, അതെവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിനൊക്കെ തരമാക്കാം. നമുക്കിവിടെ ഒരു കിടപ്പിൻ്റെ വട്ടമൊക്കെയുണ്ട്, അങ്ങോട്ട് പോകാം, അവിടെ സ്ഥലം ധാരാളമുണ്ട് എന്ന് ശാന്തിക്കാരൻ നമ്പൂരി മറുപടി പറയുകയും അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയും ചെയ്തു. കിള്ളിക്കുറിശി മംഗലത്ത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നമ്പൂരി തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കിടങ്ങൂർ ദേശത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അവിടെ കലക്കത്ത് എന്ന് പ്രസിദ്ധമായ നമ്പ്യാർ മഠത്തിൽ സംബന്ധമുണ്ടായിരുന്നു. അങ്ങോട്ടാണ് അവർ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ ഇവർക്ക് രണ്ടുപേർക്കും കാൽ കഴുകുന്നതിനുള്ള വെള്ളം കൊണ്ടു ചെന്ന് കൊടുക്കുകയും നാലുകെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവന്നു വെച്ച് ഒരു പുല്ലുപായ വിരിച്ചു കൊടുക്കുകയും മുറുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുചെന്ന് തയ്യാറാക്കി വെക്കുകയും ചെയ്തു. നമ്പൂരിമാർ കാല് കഴുകി തോർത്തി പുല്ലുപായയിൽ ചെന്നിരുന്ന് മുറുക്കി ഓരോ വെടികൾ പറഞ്ഞു തുടങ്ങി. അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യയും അടുക്കൽ ചെന്നുകൂടി. വന്നേരിക്കാരൻ നമ്പൂരിയുടെ പ്രധാന പ്രസംഗ വിഷയം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും മറ്റുമായിരുന്നു. ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിയെപ്പറ്റിയും മറ്റുമായിരുന്നു. ആ നമ്പ്യാർ മഠത്തിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരുമില്ലാതെയായിരിക്കുകയായിരുന്നു. ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവർ വളരെ സൽക്കർമ്മങ്ങളൊക്കെ നടത്തിയെന്നും ഇപ്പോഴും ഓരോന്നും നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നും എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലെന്നും മറ്റും ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞപ്പോൾ തനിക്കും പുരുഷ സന്താനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും 4-5 പെൺകിടാങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അവരെ വേളി കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് താനിങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നതെന്നും മറ്റും വന്നേരിക്കാരൻ നമ്പൂരിയും പറഞ്ഞു.
ആ കൂട്ടത്തിൽ താൻ കുളക്കടവിൽ മടിശീല മറന്ന കഥയും കൂടി അദ്ദേഹം പ്രസ്താവിച്ചു. മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിക്കുകയും വന്നേരിക്കാരൻ നമ്പൂരി എല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഉടനെ ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റുപോയി അറ തുറന്ന് ഒരു മടിശീല എടുത്തു കൊണ്ടുവന്ന് ഇതായിരിക്കുമോ അവിടുത്തെ മടിശീല എന്ന് ചോദിച്ചുകൊണ്ട് വന്നേരിക്കാരൻ നമ്പൂരിയുടെ മുന്നിൽ വെച്ചു. നമ്പൂരി അതെടുത്തു നോക്കി. ഇത് തന്നെ, ഞാൻ കെട്ടിയ കെട്ട് അഴിച്ചിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിശീല അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ശരിയായിരുന്നു. ആ സമയം നമ്പൂരിക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ, മുമ്പൊരിക്കൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ശുദ്ധം മാറി പോവുകയാൽ കുളിക്കാനായി കുളക്കടവിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചാണകം കിടക്കുന്നത് കണ്ടു. കുളി കഴിഞ്ഞ് പോന്നപ്പോൾ അതുകൂടി കൊണ്ടുപോരാമെന്ന് വിചാരിച്ച് വാരിയെടുത്തപ്പോൾ അതിനിടയിൽ ഈ മടിശീല ഇരുന്നിരുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചാണകമൊക്കെ തുടച്ചു കളഞ്ഞു. മടിശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു. ആരെങ്കിലും ഉടമസ്ഥന്മാർ അന്വേഷിച്ച് വന്നാൽ കൊടുക്കണമെന്നും വിചാരിച്ചിരുന്നു. ഇതുവരെ ഉടമസ്ഥനെ കണ്ടില്ല. ഇപ്പോൾ ഇത് ഇവിടുത്തേതാണെന്നറിയാൻ ഇടയായത് വലിയ ഭാഗ്യമായി. ഇത് ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയാകാഞ്ഞിട്ട് ഞാൻ വളരെ വ്യസനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ സംഗതിയൊക്കെ വെളിവായി. നമ്പൂരി കുളിച്ച് ജപിച്ചു കൊണ്ടു നിന്ന സമയം അവിടെ ഒരു പശു പുല്ല് തിന്നുകൊണ്ട് നിന്നിരുന്നു. ആ പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു. അത് നമ്പൂരി കണ്ടില്ല. ചാണകത്തിനടിയിൽ മടിശീല ഉണ്ടായിരിക്കുമെന്നോ പശു അതിൻ്റെ മീതെ ചാണകമിട്ടിരിക്കുമെന്നോ അദ്ദേഹം വിചാരിച്ചതുമില്ല. അദ്ദേഹം നോക്കിയത് ചാണകം കിടന്നതിൻ്റെ അടുക്കലൊക്കെയായിരുന്നു. ഊണ് കഴിക്കാനുള്ള പരിഭ്രമം കൊണ്ട് മടിശീല വെച്ചത് എവിടെയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അത്ര നിശ്ചയം ഉണ്ടായിരുന്നുമില്ല. ഈ സ്ത്രീ കുളിക്കാൻ ചെന്നതും ചാണകം വാരിക്കൊണ്ടു പോന്നതും നമ്പൂരി കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിനു ശേഷമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യം പറ്റിയതെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ ആ നമ്പൂരി ആ പണത്തിൽ പകുതി മാറ്റിവെച്ചിട്ട് ഇതെനിക്കിപ്പോൾ വെറുതെ തരുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അതിനാൽ എനിക്ക് പകുതി മതി, പകുതി നിനക്കും ഇരിക്കട്ടെ എന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, ഞാൻ ഇതിലൊരു കാശ് പോലും വാങ്ങുകയില്ല. ഞാനങ്ങനെ ആഗ്രഹിച്ചല്ല ഇത് സൂക്ഷിച്ചു വെച്ചിരുന്ന് തന്നത്. അന്യൻ്റെ മുതൽ വല്ല സ്ഥലത്തും ഇരുന്ന് കിട്ടിയാൽ അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക മര്യാദക്കാരുടെ ധർമ്മമാണ്. അതിന് പ്രതിഫലം വാങ്ങുക കേവല നീചത്വവുമാണ്. എനിക്ക് വേണമെങ്കിൽ പകുതിയല്ല മുഴുവനും തന്നെ എടുക്കാമായിരുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഇതിന് പ്രതിഫലമായി ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ട മാനസനായ ആ ബ്രാഹ്മണോത്തമൻ അവിടെ നിന്ന് എണീറ്റ് 2 കൈയും ഉയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വെച്ചുകൊണ്ട് ആനന്ദാശ്രുക്കളോടുകൂടി സഗൽഗതം, അടുത്തയാണ്ടിൽ ഈ കാലത്തിന് മുമ്പായി നിനക്ക് അതിയോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്രകാരം തന്നെ ആ സ്ത്രീ അചിരേണ ഗർഭം ധരിക്കുകയും അതികോമളാംഗനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെന്ന് വിശ്വവിശ്രുതനായ സരസകവി കുലാഗ്രേസരനായി തീർന്നതെന്നുള്ളത് ഇനി വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ. ഇങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം ഐതിഹ്യമാലയിൽ വിവരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായും ഷെയറായും കമൻ്റായും സബ്സ്ക്രൈബായും നൽകുക. മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.